വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജിനെ വെല്ലുന്ന ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നമ്മളുടെ അവിടെയൊക്കെ കിട്ടണ പാക്കിൽ വരുന്ന ഒരു 10 മഷ്റൂമോട്ട് ഉണ്ടാവുക. അത് ഞാൻ 4ആയി കട്ട് ചെയ്തത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് ചതച്ചെടുത്തതാണ്. ഇത് ഒരു സബോള അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു 8 ഏലക്കായ, 8 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ നമുക്ക് മറ്റേ തക്കോലം പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത്, പിന്നെ മല്ലിയില, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല, കുറച്ച് കഷ്ണിട്ട്, പിന്നെ ഇത് ഒരു നാരങ്ങേൻ്റെ നീര്, പിന്നെ നെയ്യ്, ഉപ്പ്. ഇത്രയും മതി നമ്മൾക്ക് ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു 4 ലിറ്ററിൻ്റെ ഒരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ബിരിയാണി പോട്ട് എന്ന് പറയാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ആണ് ചേർക്കുന്നത്, അതും ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കായയും ഗ്രാമ്പും കറുവപ്പട്ടയും തക്കോലവും ഇടാം. എന്നിട്ട് അതൊന്ന് മൂക്കുമ്പോൾ നമുക്കിതാ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്താൽ ഒന്നും കൂടി സ്പീഡിൽ വഴന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഗോൾഡൻ കളറായി. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇടാം. എന്നിട്ട് അതും ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ തീയിൽ വേണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് വഴറ്റാൻ, ഇല്ലെങ്കിൽ വേഗം അത് കരിഞ്ഞു പോവും, മണം വേറെയാവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാവുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് വരിക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇടാം. തക്കാളിയും നമ്മൾക്ക് ഒരു മീഡിയം തീയിൽ വേണം അതിങ്ങനെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നന്നായി ഉടഞ്ഞു കിട്ടണ തരത്തിൽ മൂക്കണം. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി 1 സ്പൂണ് ഇടാം. പിന്നെ നമ്മളുടെ ഗരം മസാലയും കൂടി ചേർക്കാം. നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ, ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച മഷ്റൂം കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഉടയാത്ത രീതിയിൽ നമുക്കിതിനെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒരു 4 മിനിറ്റ് നമുക്കൊരു മീഡിയം തീയിൽ വെച്ചിട്ട് കരിയാതെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മഷ്റൂമിൽ ഇതാ അത്യാവശ്യം മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, വല്ലാണ്ട് ഉടയൊന്നും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊരു മീഡിയം ലെവൽ ചൂടിൽ വേണം ചെയ്യാൻ കേട്ടോ, കരിയാനും പാടില്ല, എന്നാൽ തീരെ തീയില്ലാത്ത അവസ്ഥയാവരുത്. ഇനി നമ്മളുടെ അരിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിക്കണം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ്സോ കപ്പോ എന്താണെന്ന് വെച്ചാൽ ആ 1 കപ്പിന് 1/4 കപ്പ് എന്ന അളവിൽ, ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിറക്കുന്നത്, അതിന് നമ്മൾ 3/4 കപ്പ് വെള്ളമാണ്, അത് ഞാൻ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ 3/4 എന്നുള്ളത് ഒരു 4 ആക്കി എടുക്കുക. എന്താ വെച്ചാൽ തിളയ്ക്കുമ്പോൾ കുറച്ചൊന്ന് വറ്റും. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഇടുകയാണ്. പുതിന ഇഷ്ടമുള്ളവർക്ക് പുതിനയും ചേർക്കാം കേട്ടോ. ഇവിടെ പുതിന കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി ഇനി ഇതിലേക്ക് ഇടണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ജീരകശാലേൻ്റെ അരിയാണ്, നമുക്ക് മറ്റേ അരി ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കിയില്ല കേട്ടോ, അപ്പോൾ നമ്മുടെ ഉപ്പൊന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കൂടി ആക്കണം കേട്ടോ, കുറച്ച് കൂടി നിൽക്കണം ഉപ്പ്. എന്നിട്ട് ഞാനിതാ അരി കഴുകി വാർന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് കൊട്ടണത് കേട്ടോ. അപ്പം ഞാൻ 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിറക്കണത്, അത് ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ആ അരി ഒന്ന് കൊട്ടിയതിന് ശേഷം ഒന്നും കൂടി ഇളക്കി നമുക്ക് അടച്ചു വെക്കാം.
അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇനി അടി പിടിച്ചാലോ, ഗ്യാസുമ്മലല്ലേ നമ്മൾ വെച്ചിറക്കണത്. അപ്പോൾ ഗ്യാസിലാവുമ്പോൾ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ചൂട് കയറില്ലേ ഒരേ സ്ഥലത്ത്, അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം വറ്റി കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ ഇനി ഇങ്ങനെയല്ല, നമുക്ക് വേറൊരു തരത്തിലും കൂടി ചെയ്യാം. നേരെ അടുപ്പിൻ്റെ മുകളിൽ വെക്കാതെ നമുക്കൊരു ദോശത്തവ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായി ദം ബിരിയാണി പോലെ തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നേരിട്ട് ഗ്യാസുമ്മേ അങ്ങനെ അടുപ്പത്ത് വെച്ചതാണെന്ന് മാത്രം. അപ്പം നമ്മുടെ കുറച്ചും കൂടി വേവണം, വെള്ളം മുഴുവൻ വറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിനി ഒന്നും കൂടി അടച്ച് വെക്കാം. ഇനി അഥവാ ഓരോ അരിയുടെ പ്രകൃതം വെച്ചിട്ട് അങ്ങനെ വേവായിട്ടില്ല എന്ന് തോന്നുക വെച്ചാൽ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി, അപ്പോഴും അടി പിടിക്കില്ല. അപ്പം ഞാനിതാ ഒരു 10 മിനിറ്റും കൂടിയും അടുപ്പത്ത് ഞാൻ സിമ്മിലാട്ടോ വെക്കണത്. അപ്പം അത് ഏകദേശം നമ്മളുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തോനെ മസാലയോ തോനെ എണ്ണയോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ മഷ്റൂം ബിരിയാണി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ഞാനതൊന്നും ഇട്ടിട്ടില്ല എന്ന് മാത്രം. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ മഷ്റൂം ബിരിയാണി. അപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട് ഇട്ടിട്ടില്ല, അതും കൂടി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ നമുക്ക് തുറക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഞാൻ അതുകൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ പിന്നെ അടച്ചു വെക്കുകയാണ്. ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. എല്ലാം സെറ്റായി നമുക്ക് അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ മഷ്റൂം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് രൂപേണ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.